ഇന്ന് GIO ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള GIO ഘടകങ്ങളെ ഏകോപിപ്പിക്കുവാൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് GIOs എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫെഡറേഷൻ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളിവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഉജ്ജ്വലമായ റാലിയും ഈ അച്ചടക്കപൂർണമായ പൊതുസമ്മേളനവും 40 വർഷം നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെ സംക്ഷേപിച്ച് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ 40 വർഷത്തിനിടക്ക് ഒരുപാട് വളർത്തിയെടുത്ത് വ്യക്തികളെ നിങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. മുസ്ലിം കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ സമൂഹത്തിനും ലോകത്തിന് തന്നെയും വലിയ സംഭാവനകൾ അർപ്പിക്കുവാൻ GIOന്റെ പ്രവർത്തനങ്ങൾക്ക് ആയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 40 കൊല്ലം കർമ്മനൈരന്തര്യത്തിന്റെ വർഷങ്ങളായിരുന്നു, സാമൂഹിക ഇടപെടലുകളുടെ വർഷങ്ങളായിരുന്നു, നേട്ടങ്ങളുടെ വർഷങ്ങളായിരുന്നു. സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങൾ സഫലീകരിക്കുകയും വീണ്ടും സ്വപ്നങ്ങൾ കാണുകയും ചെയ്ത വർഷങ്ങളായിരുന്നു. GIOയിൽ മാത്രമല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളത്. മലബാറിലെ മുസ്ലിം പെൺകുട്ടികളെ, പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളിൽ പൊതുവിലും കഴിഞ്ഞ 40 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വളർച്ച ഐതിഹാസികമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ചരിത്രപരമായ കാരണങ്ങളാൽ ഇംഗ്ലീഷ് ഭാഷ നിഷിദ്ധമാക്കപ്പെട്ട ഒരു സമുദായത്തിൽ നിന്ന്, ചരിത്രപരമായ കാരണങ്ങളാൽ ആര്യനെഴുത്ത് വേണ്ടെന്ന് വെച്ച ഒരു സമുദായത്തിൽ നിന്ന്, പെൺകുട്ടികൾ എഴുത്തു പഠിക്കരുത് എന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന പെൺകുട്ടികൾ ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ സർവകലാശാലകളിൽ വിജ്ഞാന സമ്പാദനത്തിനായി നിരങ്ങി നടക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാണുന്നവരുടെ കണ്ണുകൾ മിഴിച്ചു നിന്നു പോവുകയാണ്. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഒരു വിജ്ഞാന വിസ്ഫോടനം, ഒരു പുരോഗതി മുസ്ലിം പെൺകുട്ടികളിൽ ഉണ്ടായത് എന്നാണ് ആളുകൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് വിമോചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത് വിമോചനത്തിനാണ്. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അവരുടെ മുതുകുകളെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി താഴെ വെക്കാൻ, അവരുടെ കരചരണങ്ങളെ ബന്ധിച്ചിട്ടുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ, അതിനാണ് പ്രവാചകൻ വന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കുവാൻ, അടിമകളെ വിമോചിപ്പിക്കുവാൻ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ വിമോചിപ്പിക്കുവാൻ, പിന്നാക്ക ജനവിഭാഗങ്ങളെ വിമോചിപ്പിക്കുവാൻ, സ്ത്രീ സമൂഹത്തെ വിമോചിപ്പിക്കുവാൻ
ആഗതനായിട്ടുള്ള പ്രവാചകൻ പക്ഷേ തുടങ്ങിവെക്കുന്നത് എവിടെയാണ്? തുടങ്ങിവെക്കുന്നത് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, മനനം ചെയ്യുക. ഇതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ ആഹ്വാനം, ആദ്യത്തെ ആഹ്വാനം. രണ്ടാമത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത് സംസാരിച്ചത് പേനയെ കുറിച്ചാണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് താഴോട്ട് മാത്രം നോക്കി നടന്നു പോയിരുന്ന അറബിയെ, ഗ്രാമീണനായ അറബിയെ തൊട്ടുണർത്തിക്കൊണ്ട് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ആകാശത്തേക്ക് നോക്കുന്നില്ലേ? പർവ്വത നിരകളിലേക്ക് നോക്കുന്നില്ലേ? ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ അഫലാ തതദക്കറൂൻ അഫലാ തശ്ഉറൂൻ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് മൂളയില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പര്യവേക്ഷണം നടത്തുന്നില്ല? നിങ്ങളൊന്നും പഠിക്കുന്നില്ല എന്ന് ചോദിച്ച് അവന്റെ തലമണ്ട കടിച്ച് ബോധം ഉയർപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമോചനത്തിലേക്ക് അവരെ വഴി നടത്തിയത്. വിജ്ഞാനമാണ് വിമോചനത്തിന്റെ മാർഗം, മനനമാണ്, ചിന്തയാണ് വിമോചനത്തിന്റെ മാർഗം. ആ മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ മാർഗം നിങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നു. ആ മാർഗത്തിൽ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിമോചനത്തിന്റെ ആദ്യ പടി അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിമോചനത്തിന്റെ മറ്റൊരു വഴി, ആ വഴി ഈ ദുനിയാവിനോടുള്ള പ്രതിപത്തിയില്ലായ്മയാണ്. മനുഷ്യന് ജീവിക്കുവാൻ ചില ലക്ഷ്യങ്ങൾ വേണം. വളരെ ഉള്ളുള്ള ലക്ഷ്യങ്ങൾ, കാമ്പുള്ള ലക്ഷ്യങ്ങൾ വേണം. ആ ഉള്ളുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, കാമ്പുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ജീവിതമെന്ന് പറയുന്നത്. നിങ്ങൾ ഗസയിലേക്ക് നോക്കുന്നില്ലേ? ഗസയെ നിങ്ങൾ കാണുന്നില്ലേ? അതിനെ സംബന്ധിച്ചുള്ള വീണ്ടും വർത്തമാനങ്ങൾ ഇവിടെ ഉണ്ടാകും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഗസയിലെ ജീവിതം, ഗസയിലെ മരണം ജീവിതത്തെയും മരണത്തെയും റീഡിഫൈൻ ചെയ്യുകയാണ്, പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്തിനും മരിക്കണം. തന്റെ ആദർശത്തിനു വേണ്ടി, തന്റെ സ്വത്വത്തിനു വേണ്ടി, തന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, താൻ ജീവിക്കുന്ന തന്റെ ഭൂമിക്ക് വേണ്ടി, താൻ ജീവിക്കുന്ന തന്റെ കിടപ്പാടത്തിനു വേണ്ടി, ആത്മാഭിമാനത്തിനു വേണ്ടി, എല്ലാം ചേർന്ന ആത്മാഭിമാനത്തിനും വിശ്വാസനത്തിനും വേണ്ടി ജീവിക്കണമെന്നും അതിനുവേണ്ടി മരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗസയിലെ ജീവിതവും ഗസയിലെ മരണവും ജീവിതത്തെയും മരണത്തെയും റീഡിഫൈൻ ചെയ്യുന്നത്, പുനർനിർവചനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ ജീവിതത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയാണ്. മയക്കുമരുന്നില്ല, മദ്യമില്ല, ഭോഗങ്ങളിൽ സ്വയം ഭോഗങ്ങളില്ല, സ്വവർഗഭോഗങ്ങളില്ല. അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പടയോട്ടങ്ങളല്ല ഉള്ളത്, മറിച്ച് ആത്മവിശ്വാസത്തിന് വേണ്ടിയുള്ള, ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള, ഉത്തരവാദിത്വ ബോധത്തിനു വേണ്ടിയുള്ള, ഈമാനിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മരണത്തെയും ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും റീഡിഫൈൻ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഗസ ചെയ്യുന്നത് എന്ന്. അവർക്ക് പ്രചോദനമായി നിൽക്കുന്നത് ഇസ്ലാമാണ്. ഗസക്ക് മാത്രമല്ല, ഇന്ന് മുസ്ലിം ലോകത്ത് ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പോരാട്ടങ്ങളിലെല്ലാം പ്രചോദനമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പോയിന്റാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലെ യുവസമൂഹം അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിലെ വിദ്യാർത്ഥി സമൂഹം നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഗസ ജീവിതത്തെ പുനർനിർവചിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിലേക്ക് ചിന്തിക്കുന്ന ജനവിഭാഗം, ഗവേഷണം നടത്തുന്ന ജനവിഭാഗം, വിദ്യാസമ്പന്നർ ധാരാളമായി കൂട്ടം കൂട്ടമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാം വിമോചനത്തിന്റെ നിത്യപ്രചോദനമായി നിലനിൽക്കുന്ന ഒരാശയമാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, യൂറോപ്പും അമേരിക്കയും സന്തോഷിച്ചിരിക്കുന്ന ഒരു ഘട്ടം. കമ്മ്യൂണിസം തകർന്നു പോയിരിക്കുന്നു, സോവിയറ്റ് യൂണിയൻ തകർന്നു പോയിരിക്കുന്നു. ഇനി യൂറോപ്പിന്റെ ആധിപത്യമാണ്, ഇനി പാശ്ചാത്യരുടെ ആധിപത്യമാണ്. അമേരിക്കയുടെ അഡ്രസ്സിൽ അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ സംഘർഷങ്ങൾ, നാഗരികതകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിച്ചു. ഇത് എൻഡ് ഓഫ് ഹിസ്റ്ററി, ചരിത്രം അവസാനിക്കുകയാണ്. ചരിത്രം പൗരസ്ത്യരുടെയും പാശ്ചാത്യരുടെയും ഇടയിൽ അധികാരങ്ങൾ മാറി മറിഞ്ഞതിന്റെ ചരിത്രമാണ് ലോക ചരിത്രം. എന്നാൽ ഇതോടുകൂടി ചരിത്രം അവസാനിച്ചു. ഇനി എക്കാലവും ലോകാവസാനം വരെ അമേരിക്കയുടെ ആധിപത്യമായിരിക്കും, വെള്ളക്കാരുടെ ആധിപത്യമായിരിക്കും, പൗരസ്യർ അവർക്ക് കീഴിലായിരിക്കുമെന്നുള്ള ചിന്താഗതി വളർന്നു വന്നപ്പോഴാണ് സോവിയറ്റ് യൂണിയന് ശേഷം ഇസ്ലാമിക ലോകത്ത് നിന്ന് ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള, ഡിക്റ്റേറ്റർമാർക്കെതിരായിട്ടുള്ള ജനകീയ സംഘർഷങ്ങൾ ഉയർന്നു വരുന്നത്. ആ ജനകീയ സംഘർഷങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ സംഘർഷത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഇല്ല, ദൈവിക നീതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു നാൾ വരാനിരിക്കുന്നു. ഇസ്ലാമിന്റെ ശീതള ഛായയിൽ ലോകം വരുന്ന ഒരു കാലമുണ്ടാകും എന്ന് പറയാൻ തുടങ്ങുന്നു. പല രാജ്യങ്ങളിലും ഏകാധിപതികളിൽ വിട്ട് ഓടിപ്പോയി. അറബ് സ്പ്രിംഗ് ഉണ്ടായി. അതിന് തൊട്ടു മുന്നും ശേഷവുമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രചണ്ഡമായ പ്രചാരണത്തിന്റെ ആകത്തുകയാണ് നാം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പേടിയുണ്ട്. ആ പേടി പരത്തുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പേടി പരത്തുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പേടിയുണ്ട്, നിങ്ങളും പേടിച്ചോളൂ എന്നാണ് അമേരിക്കക്കാരൻ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന്. ഈ ഇസ്ലാമോഫോബിയ ലോകത്ത് പരത്താൻ ഉദ്ദേശിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. മതതീവ്രവാദം, ഭീകരവാദം, മതരാഷ്ട്രവാദം തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. ഈ പദപ്രയോഗങ്ങൾ പാശ്ചാത്യൻ മുതലാളിത്ത ശക്തികൾ, പാശ്ചാത്യ വംശവെറിയന്മാർ ഛർദ്ദിച്ചു വിടുന്ന പദങ്ങളാണ്. ആ പദങ്ങളാണ് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഫാസിസ്റ്റുകളുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി, മുസ്ലിം സമൂഹത്തെ ദ അതർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇതാ ഇവർ പെരുകുന്നു. ഇവർ രാജ്യത്തിന്റെ സമ്പത്ത് തിന്നു തീർക്കുന്നു. ഇവർ ധാരാളം കുട്ടികളെ പ്രസവിക്കുന്നു. ഇവർ രാജ്യത്ത് രോഗങ്ങൾ പരത്താൻ ശ്രമിക്കുന്നു. ഇവർ പലതരത്തിലുള്ള ജിഹാദുകളും നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഇസ്ലാമോഫോബിയ പരത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള വംശവെറിയന്മാരായിട്ടുള്ള ആളുകൾ ഛർദ്ദിച്ചു വിട്ട അതേ പദപ്രയോഗങ്ങൾ ഇന്ത്യയിൽ
ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അതേ പദപ്രയോഗങ്ങൾ 4 വോട്ടിന് വേണ്ടി, താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലും ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഫാഷിസ്റ്റ് കാലഘട്ടം പ്രയാസത്തിലാക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ മാത്രമല്ല. ഫാസിസം നിലനിൽക്കുന്നത് കൊണ്ട്, സംഘപരിവാർ ഭരണം നിലനിൽക്കുന്നത് കൊണ്ട് ഈ രാജ്യത്ത് എല്ലാ മനുഷ്യനും പ്രയാസം അനുഭവിക്കുകയാണ്. നമുക്കറിയാം നോട്ട് നിരോധനം എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്ന്. നമുക്കറിയാം കൊറോണ സമയത്ത് അന്തം കെട്ട തീരുമാനങ്ങൾ ഭാരതീയന് എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്ന്. രാജ്യത്ത് വിലക്കയറ്റം ആകാശം മുട്ട ഉയർന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് സുരക്ഷയും സമാധാനവും ഇല്ലാതായിരിക്കുന്നു. പലയിടങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഒരാൾക്ക് പോലും തൻ്റെ വീട്ടിൽ നാളെ തൻ്റെ വീടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അന്തി ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ബുൾഡോസറിന്റെ പേരിൽ നിലനിൽക്കുന്നു. ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരാണെങ്കിൽ ഈ ബുൾഡോസർ രാജ് നാളെ ദലിതർക്കെതിരായിരിക്കും, മറ്റന്നാൾ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കെതിരായിരിക്കും, പിന്നീട് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിരിക്കും, പിന്നീട് ക്രിസ്ത്യാനികൾക്കെതിരായിരിക്കും. പക്ഷേ ബുൾഡോസർ രാജ് ആരംഭിച്ചിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു ഭരണകൂടത്തെ അവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരാവശ്യമായി തീരുകയാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല. രാജ്യത്ത് സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ആവശ്യം, സമാധാനത്തിൽ വിശ്വസിക്കുന്നവരുടെ ആവശ്യം, സ്വൈര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരുടെ ആവശ്യം, വെൽഫെയറിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ആവശ്യമായി തീരുകയാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ജനാധിപത്യ കക്ഷികളുടെയും സിവിൽ സൊസൈറ്റിയുടെയും വിശാലമായിട്ടുള്ള ഒരു കാർമ്മികത്വത്തിൽ ഒരു മുന്നണി രൂപപ്പെടുന്നത്. വെറും രാഷ്ട്രീയക്കാരുടെ മുന്നണിയല്ല അത്, മറിച്ച് സിവിൽ സൊസൈറ്റി കൂടി ഉൾക്കൊള്ളുന്ന മുന്നണിയാണ്. ആ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയിലെ പല നേതാക്കന്മാരും പങ്കുവഹിച്ചിട്ടുണ്ട്. ആ പങ്കുവഹിച്ച നേതാക്കന്മാരിൽ ഒരാൾ സീതാറാം യെച്ചൂരിയാണ്. ഇടതുപക്ഷത്തിന്റെ ലീഡർ. കോൺഗ്രസുമായി അദ്ദേഹം സൗഹൃദം പുലർത്തി, സിവിൽ സൊസൈറ്റി പീപ്പിൾസുമായി അദ്ദേഹം ബന്ധം പുലർത്തി, ഇടതുപക്ഷത്തുള്ള ആളുകളുമായി ബന്ധം പുലർത്തി, പ്രതിപക്ഷത്തുള്ള മറ്റുള്ളവരുമായി ബന്ധം പുലർത്തി. അങ്ങനെ വിശാലമായ ഒരു സഖ്യം എന്ന ഒരാശയത്തിലേക്ക് ഒരു ജനതതി നടന്നെടുക്കുകയാണ്. ഇത് വളരെ പുരോഗമനാത്മകമായ ഒരു മുന്നേറ്റമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളുകള്, ദേശത്തിന്റെ നന്മയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊരു മുന്നേറ്റമായിട്ടാണ് കണ്ടത്. 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ഗുണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഗുണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, രാജ്യത്ത് പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് നമുക്ക് പിന്നീടുള്ള ദിനങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിനിധികൾ പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്നു. പഞ്ചാബിൽ നിന്ന് പ്രവേശിക്കുന്നു, കാശ്മീരിൽ നിന്ന് പ്രവേശിക്കുന്നു, അതുപോലെ ദലിത സമൂഹങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്നു, മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു പാർലമെന്റ് ജന്മം കൊള്ളുന്നു. ആ പാർലമെന്റിൽ വളരെ സുചിന്തമായ പ്രഭാഷണങ്ങൾ ഉണ്ടാകുന്നു, തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നു, രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു, സെക്കുലർ ഡെമോക്രസിയെ കുറിച്ചുള്ള ചർച്ചകൾ, മതനിരപേക്ഷതയെ കുറിച്ചുള്ള ചർച്ചകൾ, റിലീജിയസ് പ്ലൂറലിസത്തെ കുറിച്ചുള്ള ചർച്ചകൾ, സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ പ്രബലമാകുന്നു. ഭരണകൂടം നിലനിൽക്കുന്നുണ്ടെങ്കിലും പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഒരാഘോഷ സ്ഥലമായി മാറുന്നത്
2024 തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രക്രിയയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു കക്ഷിയാണ് ഇടതുപക്ഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇടതുപക്ഷം ആ ദൗത്യം നിർവഹിക്കുകയാണ് വേണ്ടത്. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ഇടതുപക്ഷം ആത്മപരിശോധന നടത്തുകയും അവരുടെ കടമ നിർവഹിക്കാൻ അവർ മുന്നോട്ട് വരികയും ചെയ്യണമെന്നാണ്. എവിടെ നിന്നാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം കൂടൊഴിഞ്ഞു പോകേണ്ടി വരുന്നത്? ബംഗാളിൽ നിന്ന് കൂടൊഴിഞ്ഞു പോയി, ത്രിപുരയിൽ നിന്ന് കൂടൊഴിഞ്ഞു പോയി, മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും കൂടൊഴിഞ്ഞു പോയി. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, മുതലാളിത്ത നയങ്ങൾ അവർ സ്വയം സ്വീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് ബംഗാളിൽ നിന്ന് തീർത്തും ഒഴിച്ചു പോകേണ്ടതായിട്ട് വന്നത്. രണ്ടാമത്തെ കാരണം, വർഗ രാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് CPM പതുക്കെ മാറുന്നു എന്നുള്ളതാണ്. ഈ വർഗീയ രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റം ഒരിക്കലും ഗുണകരമല്ല. സീതാറാം യെച്ചൂരി രാജ്യത്ത് നിർവഹിച്ച, ഇടതുപക്ഷം അതിനു മുമ്പെല്ലാം നിർവഹിച്ചു കൊണ്ടിരുന്ന ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ കമ്മ്യൂണിസത്തിന് നിർവഹിക്കുവാനുള്ളത്. ആ നിർവഹണത്തിന് കേരളത്തിലെ പാർട്ടി ഒരു തടസ്സമായി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വംശവെറിയന്മാരായ മുതലാളിത്ത ശക്തികൾ, ഇസ്ലാമിനെ പേടിക്കുന്നവർ അഴിച്ചുവിടുന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങളെ സംഘപരിവാർ ഇന്ത്യയിൽ അവരുടെ അധികാരം നിലനിർത്താൻ ഉപയോഗിക്കുന്നു. അതേ അവസരത്തിൽ അതേ പദപ്രയോഗങ്ങളെ മതരാഷ്ട്രവാദം, തീവ്രവാദം, ഭീകരവാദം തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളെ തീർച്ചയായും കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നു എന്നത് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങളല്ല പ്രധാനം. ഇന്ത്യയിലെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. ആ സോഷ്യൽ ഫാബ്രിക്കിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള മരുന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ. ഇന്ന് കേരളം എന്നത് ഒരു പച്ചത്തുരുത്താണ്. പച്ചത്തുരുത്തായതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു തുരുത്താണ്. വിവിധ സമൂഹങ്ങൾ സാഹോദര്യത്തോടുകൂടി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തുരുത്ത്. ആ തുരുത്ത് അതിൻ്റെ അവസ്ഥ കളഞ്ഞു കുടിച്ചാൽ കേരളത്തിന് മാത്രമല്ല അത് ദോഷം വരുത്തി വെക്കുക, ഇന്ത്യക്ക് മൊത്തത്തിലുമാണ് ദോഷം വരുത്തി വെക്കുക എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അവർ മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടാൻ എന്ന അർത്ഥം വരുന്ന സ്വഭാവത്തിൽ പറയുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വോട്ടും ഈ പ്രസ്താവന കൊണ്ട് കുറയാൻ പോകുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു ഭീകരജന്തുവല്ല. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി സുപരിചിതമായ ഒരു പ്രസ്ഥാനമാണ്. മനുഷ്യരെ സ്നേഹിക്കുന്ന പ്രസ്ഥാനം, മനുഷ്യരെ സേവിക്കുന്ന പ്രസ്ഥാനം, മനുഷ്യരുമായി കൈകോർക്കുന്ന പ്രസ്ഥാനം, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം, ധാർമ്മിക മൂല്യങ്ങളിൽ നിലനിൽക്കുന്ന പ്രസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും ഒരു കൊലക്കേസിലോ, ഒരു മർഡർ കേസിലോ, ഒരു സാധാരണ ക്രിമിനൽ കേസിലോ പങ്കാളികളല്ലെന്ന് ഉറച്ചു പറയാൻ കഴിയും. അങ്ങനെ ഉറച്ചു പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. വയനാട്ടിലെ ജനങ്ങളോട്, നിലമ്പൂരിലെ ജനങ്ങളോട്, ഏർനാട്ടിലെ ജനങ്ങളോട്, തിരുവമ്പാടിയിലെ ജനങ്ങളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടാൻ എന്ന്. അവിടെ അതേശുകയില്ല.
വിചാരം പാലക്കാട് വല്ല ഗുണവും കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഗുണം കിട്ടുമെന്നാണ്. ഞാൻ പറയുന്നു, അവിടെയും കിട്ടാൻ പോകുന്നില്ല. ഇടതുപക്ഷം മുസ്ലിം സമുദായത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓരോ സംഘടനയെക്കുറിച്ച് പഠിക്കണം. ആ സംഘടനയെ മുസ്ലിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പഠിക്കണം. ആ സംഘടനയെ ഹൈന്ദവ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പഠിക്കണം. ആ സംഘടനയുടെ ചരിത്രം എന്താണ് എന്ന് പഠിക്കണം. അതൊന്നും പഠിക്കാതെ വായുവിൽ ഒരാക്രമണം വെച്ചതുകൊണ്ട് പാലക്കാട്ടോ വയനാട്ടിലോ ഒരു പ്രയോഗവും ഉണ്ടാവുകയില്ല, ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിന്റെ പ്രസ്താവന, മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രസ്താവന വരും, ഉത്തരേന്ത്യയിൽ വരും. ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്കെതിരായി, ഉത്തരേന്ത്യയിൽ സോണിയാഗാന്ധിക്കെതിരായി, ഉത്തരേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി പ്രചരണം നടത്താൻ ഇത് ഉപയോഗിക്കാൻ പറ്റിയേക്കും ചില സംസ്ഥാനങ്ങളിലെങ്കിൽ. ഇവിടെ യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ ശക്തമായ രൂപത്തിൽ ആഴമുള്ള ആത്മപരിശോധന നടത്തി ഇന്ത്യയിൽ ഇടതുപക്ഷം അതിൻ്റെ കടമ നിർവഹിക്കുവാൻ മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.